ഹായ്, നമസ്കാരം എല്ലാവർക്കും. അങ്ങനെ പാട്രിയോട്ട് സാധാരണ അല്ല ഒട്ടുമിക്ക സിനിമകളും, അതായത് ഈ മാസ് അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ ബാനറിൽ വരുന്ന സിനിമകളൊക്കെ ഫസ്റ്റ് ഷോ, അതായത് ലേറ്റ് നൈറ്റ് ഷോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഷോ ഒക്കെ ആയിട്ട് എല്ലാ പടങ്ങളും കാണാറുണ്ട്. അപ്പോൾ റിവ്യൂ കേട്ടിട്ട് പോയി കാണുന്ന ആദ്യത്തെ സിനിമ ആയിട്ട് ഏകദേശം പറയാൻ മതി. കാരണം ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ്, നെഗറ്റീവ് കമൻസൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് പോകേണ്ടത്. അങ്ങനെയൊക്കെ വന്നെങ്കിൽ കൂടി എന്തായാലും ഈ പടം കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മലയാളത്തിൻ്റെ 2 സൂപ്പർ സ്റ്റാർസ്, 2 ലിവിങ് ലെജൻഡ്സ്, അപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ ഒരുമിക്കുമ്പോൾ അതെന്തായാലും അത് ഒഴിവാക്കി കളയാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തായാലും ഇത് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് കിട്ടിയത് നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഇൻ്റർനാഷണൽ ലെവൽ മേക്കിങ്. ഒരു മഹേഷ് നാരായൺ സിനിമ നമ്മളെങ്ങനെ പ്രതീക്ഷിച്ചു അത് ആ രീതിക്ക് തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അതിൽ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള, അതായത് ത്രൂ ഔട്ട്, പിന്നെ ഈ പടം എടുത്ത് പറഞ്ഞിട്ട് ത്രൂ ഔട്ട് ഒരു മമ്മൂക്ക ചിത്രം. അപ്പോൾ അത് ഈ പടം ഓപ്പണിങ് മൊമെൻ്റ് തൊട്ട് അവസാനം വരെ സ്ക്രീനിൽ ആൾ നിറഞ്ഞാടി. അവസാനം വരെ ഒരു 3 hours ലെങ്ത്തുള്ള ഒരു പടത്തിൽ ത്രൂ ഔട്ട് മമ്മൂക്ക. പിന്നെ അതിനകത്ത് വരുന്ന നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഈ നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ കുഞ്ചാക്കോ ബോബൻ കഥ കൊണ്ടുപോയി പിന്നെ ഒരു കൈമാറി പോകുന്നു, അങ്ങനെയൊക്കെയാണ് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ചാക്കോ ബോബന് കിട്ടിയ റോളും ആൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഫഹദ് ഫാസിൽ. ജാതി പെർഫോമൻസ്. നമുക്കറിയാം ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആളത് ഗംഭീര സംഭവമാക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഒരുപടി മുകളിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഗംഭീര പെർഫോമൻസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി, ഈ പടത്തിൽ ഏറ്റവും നല്ലൊരു എൻട്രി കൊടുത്തേക്കണത് ലാലേട്ടനാണ്. അത് മുണ്ട് മടക്കി കുത്തി അല്ലെങ്കിൽ മീശ പിരിച്ച് 100 ആൾക്കാരെ തല്ലൊന്നുമല്ല. ഇതിലെ ആളെ കാണിച്ച് നമുക്ക് ആ തരുന്ന 2 സീനുകളിലുള്ള നോട്ടം, അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ മെത്തേഡൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഫീലുണ്ട്, ഗംഭീരം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഒരു എന്താ പറയുക, ഡയറക്ടർ ബ്രില്യൻസ്. അതാണ്. അല്ലാതെ ആൾക്ക് വേണമെങ്കിൽ ഒരു 50 ആളെ ഇടിക്കണമൊക്കെ ആയിട്ട് കാണിക്കായിരുന്നു. അതൊന്നുമല്ലാതെ ആ രീതിക്ക് കാണേണ്ട ഒരു സിനിമയാണ്. ഇതൊരു മാസ് പടമല്ല, ഇതൊരു 2020 അല്ല, മാസ് മസാല പടമല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ്. അങ്ങനെ ആ സിനിമയ്ക്ക് ആ രീതിക്ക് നമ്മളിരുന്ന് കാണേണ്ട ഒരു സിനിമ. അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നടന്മാരെപ്പോഴും ഒരു 50 പേരെ അടിച്ചാലാണ് അങ്ങനെയാണ് ഒരു മാസ് പരിവേഷമായൊന്നുമില്ലല്ലോ. ഇതിൽ ലാലേട്ടനെ കുറിച്ചിട്ട് ഫഹദ് പറയുന്ന 1-2 വാക്കുകൾ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, പീക്കാണ്. അതൊന്ന് കയറി കൊടുക്കുക, അപ്പോൾ ആളാരാന്നറിയാം, ഒക്കെയാണ്. അത് ഗംഭീരം. പിന്നെ ഈ പടം ത്രൂ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഡാൻ എമ്മാതിരി പെർഫോമൻസ് ആണെന്നൊരു സ്ക്രീൻ പ്രസൻസ് അസാധ്യം. അത് ഈ പടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആൾ അസുഖത്തുനിന്ന് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നല്ല ഗംഭീരമായിട്ട് ആളുടെ വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും, ഫഹദ് ഫാസിലിൻ്റെ അച്ഛനായിട്ട് വരുന്ന കഥാപാത്രം സുപ്പ്, രേവതി, കുറച്ച് ആ സീനുകൾ അടിപൊളി. നയൻതാര പറഞ്ഞ പോലെ എന്തിനായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഒരു സ്റ്റാർ വാല്യൂ പടത്തിൻ്റെ ഒരു ഹൈപ്പിനൊക്കെ ആയിട്ടാവും. അത് പിന്നെ ആർക്കും ചെയ്യാൻ പറ്റിയ റോളാണ്. പിന്നെ മമ്മൂക്കയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു ലേഡി ക്യാരക്ടർ, ആയിഷ. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടം പെർഫോമൻസ് വൈസ് സൂപ്പർ. പിന്നെ ഞാൻ ഇപ്പോൾ അടുത്ത് വരികയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാള സിനിമയുടെ മുകളിലാണ് സംഭവം. നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് സൂപ്പർ. പിന്നെ ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോഴേ ഈ 3 മണിക്കൂർ നമുക്ക് ബോറിംഗ് ഇല്ലാതെ നമ്മളതിനെ, അതായത് ഇതൊരു ത്രില്ലറല്ല, ഒരു മാസ് മസാലയല്ല, അങ്ങനെ ഒരു 3 മണിക്കൂർ നമ്മളതിനെ ഇരുത്തിക്കൊണ്ടു പോകണമെങ്കിൽ കഥ, അതുപോലെ തന്നെ അതും ഒരു ക്ലാസ് ലെവലിൽ നമ്മളതിനെ കൊണ്ടുപോകുമ്പോൾ അതിന് വേണ്ട ഏറ്റവും വലിയ ഘടകമാണ് BGM. ആ BGM സ്കോർ, അയ്യോ, സുഷീൻ ശ്യാമിനറിയാം അത് എവിടെ കൊടുക്കണം, എവിടെ അത് എലിവേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് അവിടെ ആ സമയങ്ങളിൽ ആൾ അതിൻ്റെ പീക്ക് കൊടുത്ത് പിന്നെ വേണ്ട സ്ഥലത്ത് അതൊരു മൈൽഡായി കൊടുത്ത് ഗംഭീരമായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ടോട്ടലി ഗംഭീര സാധനം. നല്ല രീതിക്ക്
ചെയ്തു വെച്ചിട്ടുള്ളൊരു സാധനം. അതായത് ഞാൻ പറഞ്ഞില്ലേ, കുറേ നെഗറ്റീവ് കേട്ടിട്ട് പോയ കാരണം എനിക്ക് അതൊന്നുമല്ല, കുറച്ചും കൂടി കൂടുതൽ ഈ പടം ഇഷ്ടപ്പെട്ടോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് നല്ല ഫീല് കിട്ടിയ ഒരു സിനിമ. പിന്നെ എന്താ പറയുക, അതിനേക്കാളൊക്കെ അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങൾക്ക് ശേഷം മമ്മൂക്ക, ലാലേട്ടൻ ഇവർ ഒന്നിച്ച് ഒരു സ്ക്രീനിൽ വന്ന് അത് പങ്കിടുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അയ്യോ അതൊരു പീക്ക് മൊമെൻ്റാണ്, അത് കിട്ടിയെന്നുള്ളതാണ്. പിന്നെ ഇവർ രണ്ടാളും ഒന്നിക്കുമ്പോൾ ബ്ലാസ്റ്റ് എന്നൊക്കെ മറ്റേ ട്രെയിലറിനകത്ത് ഫഹദ് പറയുന്നത്, അത് നമ്മൾ ആ രീതിക്ക്, അത് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല 100 ആളെ ഇടിക്കുക, അതല്ല, അത് നമുക്ക് ആ പടത്തിനോട് യോജിച്ചിരുന്ന് പോകുമ്പോൾ അത് നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ്, നല്ല സബ്ജക്റ്റ്, സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഇതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഓൾറെഡി ഒരു രാജ്യത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ഇതിനെക്കുറിച്ചൊക്കെ മുന്നേയൊക്കെ നമ്മളെവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അധികം വൈകാതെ, അത് നമുക്ക് ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു, ഇത് സംഭവിക്കരുതാത്തതും സംഭവിക്കാൻ പാടാത്തതുമായിട്ടുള്ള ഒരു കഥയാണല്ലോ, സെയിം. അപ്പോൾ അത് നല്ലൊരു സബ്ജക്റ്റ്, നല്ല രീതിക്ക് പറഞ്ഞ് എന്തായാലും മസ്റ്റ് വാച്ചിങ് തിയേറ്റേഴ്സാണ് ഈ സംഭവം. ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ, അതായത് തുടക്കം തുടങ്ങി അവസാനം വരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല പടം, അതായത് നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളൊരു മാസ് പടം എന്നുള്ള രീതിക്കൽ അത് മാറ്റി വെച്ച് ഇവരൊക്കെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണ്, അത് മഹേഷ് നാരായൺ സിനിമയാണ്, അതിന് വേണ്ട രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ, നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ. മലയാള സിനിമ വീണ്ടും ഞാൻ പറഞ്ഞു ഒരു പടി കൂടി മുകളിലേക്ക് അത്രയ്ക്കും നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വീണ്ടും ടെക്നിക്കൽ സൈഡ് ബാക്കി സുഷൻഷ എല്ലാവരും സൂപ്പർ, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്.